സംസ്ഥാനത്ത് വീണ്ടും മരണാനന്തര അവയവദാനം. വാഹനാപകടത്തിൽ മരിച്ച തിരുവനന്തപുരം കിളിമാനൂർ സ്വദേശി ജിജിന്റെ അവയവങ്ങൾ 5 പേർക്ക് പുതുജീവനേകും. ഹൃദയം, കരൾ, വൃക്കകൾ, കോർണിയ എന്നീ അവയവങ്ങൾ വിവിധ ആശുപത്രികൾക്ക് കൈമാറി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ജിജിന് ഇന്നലെയാണ് മസ്തിഷ്ക മരണം സംഭവിച്ചത്. ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ക്ലർക്കായി ജോലി ചെയ്തിരുന്ന ജിജിൻ ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് അപകടത്തിൽപ്പെട്ടത്. സുഹൃത്തിനൊപ്പം ഇരുചക്രവാഹനത്തിൽ സഞ്ചരിക്കവേ പിന്നിൽ നിന്ന് കാർ ഇടിച്ചു കയറുകയായിരുന്നു. റോഡിൽ തെറിച്ചു വീണ തലയ്ക്ക് സാരമായി പരിക്കേറ്റ യുവാവിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇന്നലെ രാത്രിയോടുകൂടിയാണ് മസ്തിഷ്ക മരണം സംഭവിക്കുന്നത്. അവയവദാനത്തിനുള്ള അവസരത്തെപ്പറ്റി ഡോക്ടർമാർ അറിയിച്ചപ്പോൾ കുടുംബം സമ്മതം നൽകി. ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായ ആലൻ ഷെറിൻ എബ്രഹാം പ്രചോദനമായെന്ന് കുടുംബം. ഒരു കുഞ്ഞു കുട്ടിക്ക് കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ നമുക്കും അത് കൊടുക്കാൻ പറ്റുമല്ലോ എന്നുള്ള സാഹചര്യത്തിൽ എത്തിയപ്പോൾ എല്ലാവർക്കും വില്ലിങ് ആണ് എന്നുള്ളത്. 5 പേർക്ക് എത്തിക്കാം എന്നുള്ള രീതിക്ക് എത്തി. പുലർച്ചെ 3 മണിയോടെ ആരംഭിച്ച ശസ്ത്രക്രിയ 3.5 മണിക്കൂർ നീണ്ടു. അടിയന്തര ശസ്ത്രക്രിയയുള്ളതിനാൽ ആദ്യം ഹൃദയം കിംസ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. രണ്ടാമതായി കരൾ, ഒരു കിഡ്നി എന്നിവയും കിംസിലേക്ക്, ഒരു കിഡ്നി മെഡിക്കൽ കോളേജിലേക്ക് സ്വീകരിച്ചു. സർക്കാർ കണ്ണാശുപത്രിയിലേക്കാണ് കോർണിയ ദാനം ചെയ്തത്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.